ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 75-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 5-ാം ആഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. കിഫ്തോ ഞായർ എന്ന പേരിലാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുക. കർത്താവായ യേശു കൂനിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നതും അതിനെക്കുറിച്ച് നാം പരിചിന്തനം ചെയ്യുന്നതും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനഭാഗമാണ് ഈ സംഭവം അവതരിപ്പിക്കുന്നത്. ആദ്യമായി ഈ സുവിശേഷ ഭാഗം നമുക്ക് ശ്രവിക്കാം. അതേ തുടർന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനഭാഗം. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതിയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം പിടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് അവന്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ 50 നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ നാം പിന്നിട്ട് 2-ാം പകുതിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നോമ്പിലെ 5-ാം ഞായറാഴ്ച നാം എത്തിയിരിക്കുന്നു. 5-ാമത്തെ ആഴ്ച നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 4 ഞായറാഴ്ചകളിലായി യേശു തമ്പുരാൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും നാം കാണുമ്പോൾ വിശ്വാസം എന്നുള്ള ആ ദൈവിക പുണ്യം ക്രിസ്തീയ ജീവിതത്തിന് എത്രമാത്രം ആവശ്യമാണെന്ന് നമുക്ക് വ്യക്തമാകത്തക്ക വിധം ആ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു ഓരോ അത്ഭുതവും അല്ലെങ്കിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ആ അത്ഭുതങ്ങൾ വഴി തൻ്റെ ശ്രോതാക്കൾക്കും തൻ്റെ അനുയായികൾക്കും വിശ്വാസമുള്ള ദൈവിക പുണ്യം ധാരാളമായി നൽകുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് നാം പരിഗണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കൂനുള്ള ഒരു സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നു. കഴിഞ്ഞ സംഭവങ്ങളിലെല്ലാം ആരുടെയെങ്കിലും വിശ്വാസം അവരുടെ രോഗശാന്തിക്ക് കാരണമായി എങ്കിൽ, അവരത് ആഗ്രഹിച്ച് പറഞ്ഞപ്പോഴാണ് യേശു അത് ചെയ്തതെങ്കിൽ, ഇവിടെ മൗനമായി തൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ അതേസമയം യേശുവിനോട് തുറന്ന് തൻ്റെ സൗഖ്യം ആവശ്യമുണ്ട് എന്ന് പറയാത്ത ഒരു സ്ത്രീക്ക് യേശു സൗഖ്യം നൽകുകയാണ്. 18 വർഷമായി രോഗിണിയായിരുന്ന, നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ ആയിരുന്നു ഈ ഇന്നത്തെ സംഭവത്തിലെ യേശു സുഖപ്പെടുത്തുന്ന വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാവും. വിമോചനത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ലൂക്കാ സുവിശേഷത്തിൽ മാത്രം കാണുന്ന
ഒരു സംഭവമാണിത്. പൈശാചികമായ ബന്ധനത്തിൽ നിന്നുള്ള വിമുക്തിയാണ് ഇവിടെ രോഗശാന്തിയായി വിവരിച്ചിരിക്കുന്നത്. പൈശാചികമായ ബന്ധനത്തിലായിരുന്ന അവൾക്കാണ് യേശു വിമോചനം നൽകുന്നത്. അവൾക്കാണ് രോഗശാന്തി നൽകി ശാരീരികമായ അവളുടെ പരിമിതിയിൽ നിന്നും നിവർന്നു നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവളെ രോഗവിമുക്തിയാക്കി ആരോഗ്യവതിയാക്കുന്നത്. ലൂക്കായുടെ അവതരണത്തിൽ ഈ സംഭവത്തെ തുടർന്ന് സ്വർഗരാജ്യത്തിന്റെ 2 ഉപമകളാണ് യേശു പറയുക. കടുകുമണിയുടെ ഉപമയും പുളിമാവിന്റെ ഉപമയും. ദൈവരാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞ ഉപമകളുടെ പ്രാവർത്തികമായ തലമാണ് കുനിയായ ഈ സ്ത്രീക്ക് കിട്ടുന്ന ദൈവാനുഭവം, സൗഖ്യം. മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടാത്ത വ്യക്തിയെ യേശു ദൈവത്തിന്റെ മകളായി അംഗീകരിച്ചുകൊണ്ട് അവൾക്ക് സൗഖ്യം നൽകുന്നു. കടുകുമണി ഒരു വലിയ വൃക്ഷമായി തീരുന്നത് പോലെയാണ് സ്വർഗരാജ്യം. അതിൽ പക്ഷികൾ ചേക്കേറുന്നു എന്ന് പറയുന്ന യേശുവിന്റെ ഉപമ. ആ ദൈവരാജ്യത്തിൽ ആർക്കും കടന്നു വരാമെന്നും നിരാലംബരായ മനുഷ്യർക്കും ആ ദൈവരാജ്യത്തിൽ സ്ഥാനമുണ്ട് എന്നും വ്യക്തമാകുന്ന ഒരു ഉപമ. അതുപോലെ തന്നെ പുളിമാവിന്റെ ഉപമ. 3 ഇടങ്ങഴി മാവിൽ, കുഴച്ചു വെച്ച മാവിൽ ചേർക്കുന്ന പുളിമാവ് ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ഈ സ്വർഗരാജ്യത്തിൽ അതിന്റെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ പറ്റുന്ന ഒരു തുറവിയുടെ സന്ദേശം. ഈ 2 ഉപമകളുടെ പ്രായോഗികമായ ഒരു തലമാണ്, ഒരു സംഭവമാണ് അതിന് തൊട്ടു മുമ്പുള്ള യേശുവിന്റെ ഈ അത്ഭുത പ്രവർത്തനം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വചനഭാഗത്ത് യേശു എന്തിനു വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നുണ്ട്. തന്റെ ദൗത്യത്തിന്റെ സാങ്കല്പ്യം യേശു പറയുന്നു, സാങ്കത്യം യേശു പറയുന്നു. അവിടുന്ന് കടന്നു വന്നത് ദൈവത്തിന്റെ അരൂപി എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിന്റെ വലിയ സംവത്സരം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിമോചനത്തിൻ്റെതായ ഒരു ദൗത്യമാണ് യേശുവിന് മുമ്പിലുള്ളത് എന്ന് യേശു അംഗീകരിച്ച് ഏറ്റുപറയുകയാണ്. ബന്ധനങ്ങൾക്ക് വിടുതൽ നൽകുന്ന യേശുവിന്റെ വാക്കുകൾ ഇന്നത്തെ സുവിശേഷത്തിൽ ശ്രദ്ധേയമാണ്. സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന യേശുവിന്റെ വാക്ക്. അതുപോലെ സിനഗോഗ് അധികാരികളോട് അവൻ പറയുന്നു, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചുവിടേണ്ടതായിരുന്നില്ലേ? ഈ 2 യേശുവിന്റെ വാക്കുകളിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് യേശു വിമോചന ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നവനാണ്. ഇന്നത്തെ സുവിശേഷം നാം വായിക്കുമ്പോൾ ഒരു സാബത്ത് ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത സാബത്തിൽ യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചുവെന്നും അത് അവരുടെ യഹൂദരുടെ കാഴ്ചപ്പാടിൽ അനുവദനീയമായിരുന്നില്ല എന്നും ആണ് നാം മനസ്സിലാക്കുക. സാബത്തിൽ ഒരു സിനഗോഗിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം. അവിടെയാണ് 18 വർഷമായിട്ട് ആത്മാവ് ബാധിച്ച് നിവർന്നു നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ ആ സിനഗോഗിൽ വന്നുകൊണ്ടിരുന്നത്. 18 വർഷമായിട്ട് ഈ രോഗം ബാധിച്ചെങ്കിലും ശാരീരികമായ അവളുടെ അവസ്ഥ ദൈവ ആരാധനയിലെ ദൈവസ്തുതിപ്പിൽ നിന്നും അവളെ മാറ്റിയിട്ടില്ല. ഒരു വിശ്വാസിനിയായ അവള് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന്, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് നിത്യം കടന്നു വന്നുകൊണ്ടിരുന്നു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുക. അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് രോഗശാന്തിക്ക് വേണ്ടി കെഞ്ചുന്നില്ല. പക്ഷെ യേശു അവളെ ദർശിക്കുന്നുണ്ട്. അവളുടെ മനസ്സ് വായിക്കുന്ന യേശു, അവളുടെ ആവശ്യം മനസ്സിലാക്കുന്ന യേശു അവളെ കണ്ടു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. എത്ര വർഷമായി അവൾ രോഗിണിയായിരുന്നുവെന്നോ ഇതിന് കാരണം എന്താണെന്നോ തിരക്കാത്ത യേശു
നീ നിന്റെ രോഗത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുക. എന്നിട്ട് യേശു തൻ്റെ കൈ അവളുടെ മേൽ വെച്ചിട്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൽക്ഷണം അവൾ നിവർന്നു നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരികൾ ജനങ്ങളോട് പറയുന്ന ഭാഗമാണ് തുടർന്ന് വരിക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു അവളെ ശ്രദ്ധിച്ചു, യേശു അവളെ പരിഗണിച്ചു, യേശു അവളെ വിമോചിപ്പിച്ചു. ഈ 3 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. 18 വർഷം രോഗം ബാധിച്ച മതപരമായ കാര്യങ്ങളിൽ നിന്നും അവൾ മാറി നിൽക്കാതെ ഉൾച്ചേർന്നിരുന്ന തൻ്റെ സിനഗോഗിലെ ഒരു സാന്നിധ്യത്തെ യേശു അംഗീകരിക്കുകയാണ്, കാണുകയാണ്. യേശു അവളെ ശ്രദ്ധിക്കുന്നു, അവളെ പരിഗണിക്കുന്നു, അവളെ വിളിക്കുന്നു, അടുത്തേക്ക് വിളിക്കുന്നു. യേശു അവളുടെ മേൽ കൈകൾ വയ്ക്കുന്നു, അവളെ വിമോചിപ്പിക്കുന്നു. മനോഹരമായ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ. രോഗിണിയായ സ്ത്രീയുടെ വിശ്വാസം സിനഗോഗിലെ തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വ്യക്തമാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ച കാര്യങ്ങളിലെല്ലാം ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടല്ലോ. അവളുടെ പ്രായോഗികമായ വിശ്വാസമാണ് നാം ഇവിടെ കാണുക. ഈ പ്രായോഗികമായ വിശ്വാസം കേവലം വിശ്വാസം പ്രകടിപ്പിക്കുന്ന വാക്കുകൾക്കപ്പുറം വിശ്വാസത്തിൻ്റെതായ ഒരു ജീവിതത്തിന്റെ ശൈലിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യുത്തരം. അവളെയാണ് യേശു അടുത്ത് വിളിച്ച് അവളുടെ മേൽ കൈകൾ വയ്ക്കുന്നത്. അവളാകട്ടെ തൽക്ഷണം നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുക. ദൈവത്തിൽ നിന്നും ഈ കൃപ ലഭിച്ച ഉടനെ തന്നെ അവൾ നിവർന്നു നിൽക്കുന്നു, അവൾ ദൈവത്തെ സ്തുതിക്കുന്നു. കൂനുള്ള വ്യക്തിക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കുകയില്ലല്ലോ. യഹൂദ ചിന്തയനുസരിച്ച് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് യഹൂദ ആരാധനയുടെ പ്രത്യേകതയാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവം നട്ടെല്ല് മനുഷ്യന് കൊടുത്തിരിക്കുന്നത് മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിവർന്നു നിൽക്കുന്നതിനുള്ള വലിയ സാധ്യതയാണ്. മനുഷ്യൻ നിവർന്നു നിൽക്കേണ്ടവരാണ്. അങ്ങനെ നിവർന്നു നിൽക്കുവാനുള്ള തൻ്റെ സാധ്യത രോഗം മൂലം നിഷേധിക്കപ്പെട്ടിരുന്നത് യേശു പ്രത്യേകമായി അതിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് ഈ മകൾക്കുള്ള മനോഭാവമാണ്. സൗഖ്യം ലഭിച്ചവള് ദൈവത്തെ സ്തുതിക്കുന്നു, നിവർന്നു നിൽക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അതേസമയം അതിന് തത്തുല്യമായി തൻ്റെ പ്രതിയോഗികളിൽ ഉണ്ടാവുന്ന മാറ്റം, ഇത് കാണുന്ന പ്രതിയോഗികള്, സിനഗോഗ് അധികാരികള് കോപിച്ചു എന്ന് സുവിശേഷൻ പറയുന്നു. കോപിച്ച് ജനങ്ങളോട് പറഞ്ഞു. യേശുവിനോട് പറയുവാനുള്ള ധൈര്യമില്ല. അവർ ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. രോഗശാന്തി കൊടുക്കുന്നവരും രോഗശാന്തി നേടുന്നവരും അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റുകാരാണ്. സാബത്ത് ദിവസം രോഗശാന്തി നൽകുവാൻ പറ്റുകയില്ല, രോഗശാന്തി നേടുവാനും പറ്റുകയില്ല. രോഗശാന്തി നേടിയ ഈ വ്യക്തികളോട്, അല്ലെങ്കിൽ നേടുവാൻ ആഗ്രഹിക്കുന്നവരോടായി സിനഗോഗ് അധികാരികൾ പറയുകയാണ്, 6 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് രോഗശാന്തി നേടാം, പക്ഷേ സാബത്ത് ദിവസം അനുവദനീയമല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന കർത്താവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. കർത്താവ് പറഞ്ഞു, അവരെ വിളിക്കുന്നത് കപട നാട്യക്കാരെ എന്നാണ്, ഹിപ്പോക്രിറ്റ്സ്. അവര് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിക്കുന്നത് പോലെയല്ല അവരുടെ മനസ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരെ വിളിക്കുകയാണ്, കപട നാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും സാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നും അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? അവരുടെ ജീവിതാനുഭവത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചുവിട്ടതാണോ നിങ്ങളുടെ പ്രശ്നം? കാളയെയും കഴുതയെയും തൊഴുത്തിൽ നിന്ന് അഴിച്ച് അവർക്ക് മോചനം നൽകി അവർക്ക് വെള്ളം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, അബ്രാഹത്തിന്റെ മകളായ ഈ വ്യക്തിക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ സാധ്യതകള് ഞാൻ തിരിച്ചു കൊടുത്തതാണോ തെറ്റ് എന്ന് യേശു ചോദിക്കുകയാണ്. സാബത്തിൽ നടത്തിയ രോഗശാന്തിയാണ് സിനഗോഗ് അധികാരികൾക്ക് കോപത്തിന് കാരണമായത്. യഹൂദർ സാബത്ത് ആചരണത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. സാബത്ത് ആചരണത്തിന്റെ
നിയമാവർത്തനം 5-ാം അധ്യായം 13-14 വചനങ്ങളിലും നാം വായിക്കുന്നുണ്ട്. അവിടെ സാബത്ത് വിശ്രമ ദിവസമാണ്. തൊഴിൽ ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ല. നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, 6 ദിവസം 9-ാം തിരുവചനത്തിൽ 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക, എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. നിയമാവർത്തനം 5:14 നാം വായിക്കുന്നു, എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്, അന്ന് ഒരു വേലയും ചെയ്യരുത്. നീയും നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ മൃഗങ്ങളിൽ ഏതെങ്കിലും ഒന്നോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. മുകളിൽ സൂചിപ്പിച്ച ഈ സാബത്ത് നിയമം യേശു ലംഘിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നാൽ യേശു ചോദിക്കുകയാണ്, ഇത് മതപരമായ ഒരു അന്ധതയാണ്. സാബത്ത് ലംഘനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് സാബത്തിന്റെ പ്രത്യേകമായ ചിന്തയിൽ നിന്നും വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ സാബത്ത് ആരംഭത്തിൽ തന്നെ മോചനത്തിന്റെ ഒരു അടയാളമായിരുന്നു. ഉദാഹരണത്തിന് നിയമാവർത്തനം 5-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തുറ്റ കരം നീട്ടി നിന്നെ അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും നീ ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യഹോവയായ ദൈവം അവരെ വിമോചിപ്പിച്ചതിന്റെ ഓർമ്മയാണ് സാബത്ത്. അങ്ങനെയെങ്കിൽ യേശു ചെയ്യുന്ന ഈ മോചനത്തിന്റെ വലിയ ഒരു അനുഭവം, സുവിശേഷം, അത് സാബത്തിന്റെ പ്രാരംഭ ചിന്തകളിൽ നിന്നും അകലെയാണ്. അതിനെയാണ് യേശു തിരുത്തുന്നത്. മൃഗങ്ങൾക്കുള്ള ഒരു പരിഗണന പോലും മനുഷ്യന് കൊടുക്കാത്ത അന്ധമായ സാബത്താചരണത്തിന്റെ ചിന്ത, അതിനെ യേശു ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യേശു അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ സാബത്ത് ദിവസം തൊഴുത്തിൽ നിന്നും കാളയെയോ കഴുതയെയോ അഴിച്ചു വെള്ളം കൊടുക്കാറില്ലേ? കൂനുള്ള ഒരു സ്ത്രീയെ സുഖമാക്കിയത് സാബത്ത് ലംഘനമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മതപരമായ അന്ധത നിങ്ങളെ ബാധിച്ചോ എന്ന് യേശു ചോദിക്കുന്നു. മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയുന്ന യേശുവിന്റെ സമീപനമാണ് ഇവിടെ കാണുക. ദൈവരാജ്യത്തിൽ മനുഷ്യ മഹത്വം പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ പറയുന്നതിന് മുമ്പ് അവിടെ മനുഷ്യന്റെ മഹത്വം പുനഃസ്ഥാപിക്കപ്പെടണം. അതാണ് യേശു കൊടുക്കുന്ന ഈ സൗഖ്യ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. യേശുവിന്റെ പ്രവൃത്തിയിൽ ലിംഗപരമായ വിവേചനത്തിന്റെ മറികടക്കൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. ഇന്ന് ലിംഗസമത്വത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലിംഗസമത്വത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന യേശുവിന്റെ വാക്കുകൾക്ക് സാങ്കത്യമുണ്ട്. ഇവിടെ നാം വായിക്കുന്നു, അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം ഞാൻ അഴിച്ചുവിടേണ്ടതല്ലെന്നോ. അബ്രാഹത്തിന്റെ മകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വചനത്തിൽ നാം കാണുന്നുണ്ട്. മകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ തുലോം കുറവാണ്. യഹൂദരുടെ വംശാവലികളെല്ലാം പുരുഷന്മാരെ മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ. സ്ത്രീയായി ജനിക്കാതിരുന്നെങ്കിൽ സന്തോഷിച്ച് അവർ ദൈവത്തിന് നന്ദി പറയുന്നതായിട്ട് വേദപുസ്തകത്തിൽ തന്നെ നാം വായിക്കുന്നു. യേശു അതിനെയാണ് അപലപിക്കുന്നത്. യേശു രോഗശാന്തിയിലൂടെ, ഈ മകൾക്ക് സൗഖ്യം നൽകുന്നതിലൂടെ, വിടുതൽ നൽകുന്നതിലൂടെ യേശു ആ യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള അവരുടെ ചിന്താഗതികളെ ചോദ്യം ചെയ്യുകയാണ്. ഇവളും അബ്രാഹത്തിന്റെ മകളാണ്. ലൂക്കായുടെ സുവിശേഷം തന്നെ 19-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ സക്കേവൂസിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്ന യേശു സക്കേവൂസിന്റെ കുടുംബത്തിന് പ്രത്യേകമായ ദൈവാനുഗ്രഹം, വിടുതല് നൽകിയതിന് ശേഷം, നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നൊരു വചനമുണ്ട്, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. അവിടെ അബ്രാഹത്തിന്റെ പുത്രനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ വേദഭാഗത്ത് യേശു തമ്പുരാൻ അബ്രാഹത്തിന്റെ പുത്രിയെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ലൂക്കായുടെ കാഴ്ചപ്പാടില് ഈ പുത്രനും പുത്രിക്കും ഒരുപോലെ സ്വർഗരാജ്യത്തിൽ സ്ഥാനമുണ്ട്. ഈ മകൾക്ക് യേശു വിടുതൽ നൽകുകയാണ്. ഇവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അബ്രാഹത്തിന്റെ ഭവനത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്, സ്ത്രീയും പുരുഷനുമുണ്ട്. രണ്ടു കൂട്ടർക്കും ദൈവരാജ്യത്തില് ഒരേ സ്ഥാനം തന്നെ എന്ന് യേശു വ്യക്തമാക്കുകയാണ്. പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി എന്ന് നാം വായിക്കുന്നു.
ഇത് കേട്ട യേശുവിന്റെ ഈ വചനം കേട്ട പ്രതിയോഗികൾ, തന്റെ എതിരാളികൾ ലജ്ജിതരായി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് സന്തോഷിച്ചു. വ്യത്യസ്തമായ രണ്ട് പ്രതികരണങ്ങൾ. യേശുവിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും രണ്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി. പ്രതിയോഗികളിൽ ഉണ്ടാക്കിയത് ലജ്ജയാണ്. അവർക്ക് കോപമുണ്ടായി ആദ്യമെങ്കിൽ യേശുവിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ ലജ്ജയുണ്ടായി. യേശു സത്യം പറഞ്ഞപ്പോൾ അവർ ലജ്ജിതരായി. എന്നാൽ ഇത് കേട്ടിരുന്ന ജനക്കൂട്ടം മുഴുവൻ യേശു ചെയ്തിരുന്ന മഹനീയമായ നന്മ പ്രവൃത്തികളെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചു എന്നാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മോചനത്തിന്റെ വലിയ ഒരു ചിന്ത ഇവിടെ നമ്മൾ കൈമാറുകയാണ്. സ്നേഹമുള്ളവരെ, പ്രായോഗികമായി നാം ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും കൂനുള്ളവര്, ശാരീരികമായ കൂനുള്ളവരല്ല. പക്ഷേ ആത്മീയമായ കൂന് എന്നുള്ള വലിയ രോഗം എന്നെയും നിങ്ങളെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന സമയങ്ങളുണ്ട്. ആത്മീയമായ കൂനുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ദർശിക്കുവാൻ പറ്റുകയില്ല, ദൈവത്തെ ദർശിക്കുവാൻ പറ്റുകയില്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് നിവർന്നു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ തക്കവണ്ണം നട്ടെല്ലിൽ നിവർന്നു നിൽക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം ശാരീരികമായിട്ട് അവർക്കില്ല. നിവർന്നു നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തന്റെ ചുറ്റുമുള്ള സഹോദരരെ നോക്കിക്കാണുവാൻ പറ്റുകയുള്ളൂ. കൂനുള്ള ഒരു വ്യക്തി അവൻ നിൽക്കുന്ന നിലവും അവന്റെ ശരീരവും മാത്രമാണ് നോക്കിക്കാണുക. പക്ഷേ യേശു അവളെ നിവർത്തി നിർത്തി കഴിയുമ്പോൾ അവൾ ദൈവത്തെ കാണുന്നതിനും സഹോദരങ്ങളെ കാണുന്നതിനുമുള്ള അനുഭവത്തിലേക്ക് വളരുകയാണ്. ഇതാണ് ഈ അത്ഭുതത്തിലൂടെ, ഈ അടയാളത്തിലൂടെ യേശു നമുക്ക് വ്യക്തമാക്കി തരുന്ന ചിന്ത. പ്രായോഗികമായി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ കൂനുകൾ മാറ്റി യേശുവിന്റെ കരുണാമയമായ കരസ്പർശനം വഴിയായിട്ട് നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും വ്യാപരിക്കുവാൻ തക്കവണ്ണം ദൈവമേ നിവർന്നു നിൽക്കുവാൻ, മോചിതരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഈ ഗിഫ്റ്റോ ഞായറാഴ്ച, കൂനിയായ സ്ത്രീക്ക് യേശു സൗഖ്യം നൽകുന്ന ഈ ഞായറാഴ്ച നാം വചനം ശ്രവിക്കുമ്പോൾ, വചനത്തെ വ്യാഖ്യാനിച്ചതിന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ രണ്ട് ചിന്തകൾ കടന്നു വരണം. കർത്താവിന്റെ രാജ്യത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്നും അവഗണിക്കപ്പെട്ടവരെ കൂടി പരിഗണിക്കുന്ന യേശുവിന്റെ മനോഭാവം, എല്ലാവരെയും പരിഗണിക്കുന്ന ദൈവരാജ്യത്തിന്റെ വലിയ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുവെന്നും ആ ദൈവരാജ്യത്തിന് യോഗ്യരാകുവാൻ തക്കവണ്ണം ആത്മീയമായി കൂനുള്ളവരായ നമുക്ക് ആത്മീയമായ ഉണർവും സ്ഥിരതയും ലഭിച്ചുകൊണ്ട് യേശുവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ സഹോദരങ്ങളുടെ ഇടയിൽ നിവർന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തെ സ്തുതിക്കുന്നതിന്, ആ രോഗസൗഖ്യം ലഭിച്ചവൾ ദൈവത്തെ സ്തുതിച്ചതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കരുണയും കൃപയും നമുക്ക് ലഭ്യമാകുന്നതിന് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച ധന്യമാകട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നോമ്പുകാലത്ത് നയിക്കട്ടെ. മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുമ്പോൾ ഇത് സന്തോഷിക്കുന്നവരായി ആ ജനത്തോടൊപ്പം നമുക്കും ആയിത്തീരാം. പ്രതിയോഗികളെ പോലെ കോപാകുലരും ലജ്ജിതരുമായി മാറാതെ കർത്താവിന്റെ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരായി മാറുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പിന്റെ രണ്ടാം പകുതിയിലേക്ക് നമുക്ക് കടന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ ഇവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.